ബിഗ് ബോസ് മലയാളം സീസൺ 6 ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും ചർച്ചാ വിഷയം. 14 പേരാണ് ഹൗസിൽ ഇപ്പോൾ കപ്പിനായി മത്സരിക്കുന്നത്. 3 എവിക്ഷന് പുറമെ റോക്കി ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്തായതിനാലും സിജോ സർജറിക്കായി മാറി നിൽക്കുന്നതിലും 3 ആഴ്ചക്കുള്ളിൽ 5 പേർ ഹൗസിൽ നിന്നും പുറത്തുപോയി. അതിനാൽ തന്നെ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു ഗെയിം കാണാൻ പ്രേക്ഷകർക്കും സാധിച്ചിട്ടില്ല. ഈ ആഴ്ച 6 വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് കയറാനുള്ള സാധ്യത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഈ സീസൺ ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 പേരാണ് ഗബ്രിയും ജാസ്മിനും. ഇരുവരും കോംബോ ആരംഭിച്ച ശേഷമാണ് ഹേറ്റേഴ്സ് കൂടിയത്. ശേഷം ജാസ്മിന് പിതാവിന്റെ ഫോൺ കോൾ വന്ന ശേഷം ഇരുവരും തമ്മിൽ 2 ദിവസത്തേക്ക് അകലം പാലിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ 2 പേരും തുടക്കത്തിൽ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളാണ് നടനും ബീന ആന്റണിയുടെ ഭർത്താവുമായ മനോജ് കുമാർ. കാണുമ്പോൾ തന്നെ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന ചേഷ്ടകളാണ് ഗബ്രി ഹൗസിൽ കാണിക്കുന്നതെന്നും ജാസ്മിൻ എന്ന പേര് പോലും താൻ വെറുത്തുവെന്നുമാണ് മനോജ് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച പുതിയ വീഡിയോയിൽ പറഞ്ഞത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കാണുമ്പോൾ തന്നെ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന ചേഷ്ടകൾ കാണിക്കുന്ന കബ്രി അല്ലെങ്കിൽ കടിബ്രി, അങ്ങനെയാണ് എനിക്ക് അയാളെപ്പറ്റി പറയാൻ തോന്നുന്നത്. കടിയെന്ന് പറയുന്നത് പുള്ളിക്ക് മാറ്റാൻ പറ്റുന്നില്ല. പുള്ളിയുടെ പല്ലിന് ദന്തകാമാവേശ രോഗമാണ്. ഇതിന് ഒരു മരുന്നേയുള്ളൂ, പുള്ളിക്ക് പോത്തും കാല് മേടിച്ചു കൊടുക്കുക, അത് കടിച്ച് ആ രോഗം മാറ്റട്ടെ. കാരണം എപ്പോഴും ഈ മുല്ലപ്പൂവിന്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുകയല്ലേ. സീസൺ 4 ജാസ്മിൻ മൂസക്ക് ഡബിൾ സല്യൂട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജാസ്മിൻ, അന്ന് എനിക്ക് നിങ്ങളോട് വിദ്വേഷമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് മാറി. കാരണം നിങ്ങളൊക്കെ എന്ത് നല്ല വ്യക്തിത്വമാണ്. ജാസ്മിൻ മൂസ എന്ന നാമധേയം ഉള്ളത് കൊണ്ട് ഞാൻ നാമത്തെ വെറുക്കുന്നില്ല. വേറെയുള്ള ചില നാമങ്ങളെ വെറുക്കുന്നു, അറയ്ക്കുന്നു. കാരണം ഒരു ഗെയിം ജയിപ്പിക്കാൻ വേണ്ടി ഇത്രയും വെറുപ്പിക്കുമോ ഒരു മനുഷ്യൻ? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ജാസ്മിന്റെ പിതാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ടാകും. ജന്മം നൽകിയ സ്ത്രീയെ മുൻനിർത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ ബിഗ് ബോസിന് വഴങ്ങാൻ പറ്റാതെയായി. ഇനിയുള്ള സീസണുകളിൽ ഇത്തരത്തിൽ മത്സരാർത്ഥികളെ മാതാപിതാക്കൾക്ക് വിളിച്ച് സംസാരിക്കാൻ അവസരം ബിഗ് ബോസ് നൽകില്ല. അതിനും അവർ എഗ്രിമെന്റ് വെച്ചേക്കും. നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. യേശുക്രിസ്തുവിന്റെ മുഖവും കാമപിശാചിന്റെ മനസ്സുമുള്ള ആ ജന്തു ഗബ്രിയെയും വെറുപ്പാണ്. പിന്നെ മുല്ലപ്പൂവിനെയും ഇഷ്ടമല്ല. ഇനി മുല്ലപ്പൂ ആവശ്യപ്പെടരുതെന്ന് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ മുല്ലപ്പൂവിനെ വരെ വെറുത്തുപോയെന്നാണ് മനോജ് പറഞ്ഞത്. ഹൗസിലെ മറ്റുള്ള മത്സരാർത്ഥികളെക്കുറിച്ചും മനോജ് തന്റെ അഭിപ്രായം വെളിപ്പെടുത്തി. ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്ന വെറും വേസ്റ്റുകളാണ്. 2-3% ഒഴിച്ചാൽ മറ്റെല്ലാം വെറും വേസ്റ്റുകൾ. അതുപോലെ മറ്റൊരാളുണ്ട്, മേക്കപ്പ് എന്നും പറഞ്ഞ് ഭയങ്കര സംഭവമായി നടക്കുന്ന പെണ്ണുംപിള്ള. നാദിറ, നിന്റെയൊക്കെ മഹത്വം ഇപ്പോഴാണ് ആലോചിക്കുന്നത്. നീ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ സംഭവമാണ്. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും. എന്നെ തള്ളിമറിച്ച് ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൗസിൽ എല്ലാവരും തുല്യരാണ്. വ്യക്തിത്വമില്ലാത്തവരുടെ അട്ടർ വേസ്റ്റ് സീസണാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനോജ് പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്.